നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ ആ ബിസിനസ്സിൽ കാണുന്ന കുറേ പ്രോബ്ലംസും ചലഞ്ചസും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ അവർക്കത് ചിലപ്പോൾ മനസ്സിലാകാൻ പറ്റണമെന്നില്ല. ബിക്കോസ് അവരൊരു ജോബ് ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ പോട്ടെ, അവരൊരു ബിസിനസ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലെവലിലും നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ ചലഞ്ചും അവർ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിലൊരു സൊല്യൂഷൻ തരാൻ ചിലപ്പം പറ്റുന്നുണ്ടാവത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ് സെഷൻ ഫോർ ഓൺടർപ്രണേഴ്സ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലയൻസിനും ബിസിനസ് കൺസൾട്ടിംഗ് ക്ലയൻസിന് വേണ്ടി ഓൾറെഡി 10+ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്ത എക്സ്പോഷർ വെച്ചിട്ട് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഒരു 100 crore റവന്യൂ ഉള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ ഭയങ്കര ലോസിൽ നിൽക്കുന്ന ഒരു കമ്പനി, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനി. ഈ പറഞ്ഞ ഓരോ കമ്പനിയിലെ ഓൺടർപ്രണേഴ്സിന്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതും അവരെന്ത് ചെയ്തിട്ടാണ് അവർ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതും ഞാൻ വിസിബിളി അവരെ കൺസൾട്ട് ചെയ്ത ടൈമിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മൾ പല സ്ട്രാറ്റജീസ് അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ടെക്നിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗും ബിസിനസ് കൺസൾട്ടിങ്ങിലെല്ലാം ഓരോ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് അവരുടെ ബിസിനസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നല്ല. അപ്പോൾ എൻ്റെ ഈ നോളജ് പ്ലസ് ഞാൻ റീസെന്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി കൂടെ കഴിഞ്ഞതിന്റെ ബേസിസിൽ ഈ രണ്ട് സ്കിൽസും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സെഷനാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ചിലപ്പം സ്റ്റക്കായി നിൽക്കുന്ന ബിസിനസ്സിലത്തെ ഒരു ഡിസിഷൻ മേക്കിംഗിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റോ നിങ്ങൾക്ക് പുതിയ പെർസ്പെക്റ്റീവ് കിട്ടാത്തതുകൊണ്ടോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പ്രോബ്ലം കാരണമോ ആയിരിക്കാം നിങ്ങൾ ആ പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനുള്ള സൊല്യൂഷനാണ് നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ എ ഓൺടർപ്രണർ ഓർ എ ഫ്രീലാൻസർ, അല്ല നിങ്ങൾ കരിയറിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സെഷൻ യൂസ്ഫുൾ ആവും. സോ ടു നോ മോർ അബൌട്ട് അവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ, directly message me. I will share more details.